ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. സാംസങ്ങിന്റെ ഗാലക്സി എ സീരീസ് ഫോണുകളാണ് ഇതാ ഈ ബോക്സിനകത്തിരിക്കുന്നത്. A36, A56 പിന്നെ A26 കൂടി ഇറങ്ങിയിട്ടുണ്ടോ, അത് നമ്മളെ കിട്ടിയിട്ടില്ല. ഇത് രണ്ടുമാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. എ സീരീസിന്റെ പ്രത്യേകത എന്നുള്ള കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും. സാംസങ്ങിന്റെ എസ് സീരീസിലേക്ക് ഒരു 70% ഫീച്ചേഴ്സും ഈ ഒരു ഫോണുകൾ ഉണ്ടായിരിക്കും. അതേസമയം വില പകുതിയേ ഉണ്ടാവുള്ളൂ എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. ഒപ്പം തന്നെ നിങ്ങൾക്ക് അടുത്തുള്ള ഷോപ്പുകളിൽ പോയിട്ട് വാങ്ങിക്കുകയും ചെയ്യാം. അതും ഒരു നല്ല ഗുണമാണ്. എന്തായാലും എന്തൊക്കെയാണ് ഈ A56ന്റെയും 36ന്റെയും വിശദമായിട്ടുള്ള കാര്യങ്ങൾ എന്നുള്ളത് ഇപ്പോൾ ഇവിടെ ഒന്ന് അൺബോക്സ് ചെയ്ത് പരിശോധിക്കാം. സോ ഈ കാണുന്നതാണ് ബോക്സ്, വലിയ ബോക്സ്. എ എന്ന് എഴുതിയിട്ടുണ്ട് മുമ്പിൽ തന്നെ. അപ്പോൾ എ ആണ്. തുറക്കുമ്പോൾ രണ്ട് ഫോണുകൾ ഇരിക്കുന്നുണ്ട്. മുകളിൽ എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്, ഹേ ദർ മീറ്റ് ദ ന്യൂവസ്റ്റ് മെമ്പർ ഓഫ് ഗാലക്സി എ സീരീസ് എന്നൊക്കെ പറഞ്ഞ് ഓസം ഇന്റലിജൻസും വരുന്നു. സോ നമുക്ക് ഫോണുകൾ പുറത്തോട്ട് എടുക്കാം. A56ഉം A36ഉം. സോ രണ്ട് ഫോണുകളും കയ്യിൽ കിട്ടിയിട്ടുണ്ട്. വലിയ ബോക്സ് അങ്ങോട്ട് മാറ്റി വെക്കാം. A56 നമ്മൾ ഓപ്പൺ ചെയ്തിരിക്കുകയാണ്. ഈ കാണുന്നതാണ് ഗാലക്സി A56. പിന്നെ ഇതിന്റെ ഉള്ളിൽ കേബിള്, അതേപോലെ സിം ടൂൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം. ചാർജർ ബോക്സിൽ വരുന്നില്ല, അതൊക്കെ അങ്ങോട്ട് മാറ്റി വെക്കാം. A36ഉം ഞാൻ കയ്യിലോട്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ കാണാം രണ്ട് ഫോണുകളും. അപ്പോൾ നമുക്ക് ഇതിന്റെ വിശദമായിട്ടുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് പരിശോധിക്കാം. ആദ്യം തന്നെ ഡിസൈൻ മാറ്റം വരുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ കാണാം. അവർ പറയുന്നത് ഓൾ ന്യൂ ഐക്കോണിക് ഡിസൈൻ എന്നാണ്. വിത്ത് ഫ്ലാഗ്ഷിപ്പ് ലെവൽ ഡ്യൂറബിലിറ്റി ആണ്. അതായത് പുതിയ ക്യാമറ മോഡൽ നിങ്ങൾക്ക് കാണാം. ലിനിയർ ഫ്ലോട്ടിംഗ് ക്യാമറ ഐലൻഡ് എന്നാണ് പറയുന്നത്. ഇതിനടിയിൽ നിന്നും ഒരു ഇത്തിരി ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന തരത്തിലാണ് ഈ ക്യാമറ മോഡ്യൂൾ കൊടുത്തിരിക്കുന്നത്. സംഗതി നന്നായിട്ടുണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. സ്ലിമ്മസ്റ്റ് എവർ എ എന്നാണ് അവർ ഇതിനെ പറയുന്നത്. 7.40 mm ആണ് ഇതിന്റെ തിക്നെസ് വരുന്നുള്ളൂ. മുമ്പ് A55 ആയിരുന്നപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നു 8.2 mm മറ്റോ ആണ് തിക്നെസ്. കൂടുതലാണ്. ഇത് അതിനേക്കാൾ സ്ലിം ആക്കിയിട്ടുണ്ട്. അങ്ങനെ ചെയ്തപ്പോൾ തന്നെയും ബാറ്ററി സൈസിൽ മാറ്റമൊന്നും വരുത്തിയില്ല. ബാറ്ററി കുറച്ചിട്ടൊന്നുമല്ല സ്ലിം ആക്കിയിരിക്കുന്നത് എന്നുള്ളതും പ്രത്യേകതയാണ്. ഒപ്പം തന്നെ മെറ്റൽ ഫ്രെയിം ആണ് കൊടുത്തിരിക്കുന്നത്. ഗോറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസിന്റെ തന്നെ പ്രൊട്ടക്ഷൻ കൊടുത്തിട്ടുണ്ട്. IP67 വാട്ടർ റേറ്റിംഗ് ഉണ്ട്. അങ്ങനെ പറയുമ്പോൾ തന്നെ രണ്ട് ഫോണിലും ഒരുപോലെയാണ് ഇതൊക്കെ വരുന്നത്. അതായത് രണ്ടിലും മെറ്റൽ ഫ്രെയിമും ഗോറില്ല ഗ്ലാസ് വിക്ടസ് പ്ലസും IP67 എല്ലാം വരുന്നുണ്ട്. സോ സെറ്റപ്പ് ആണ് ഈ രണ്ട് ഫോണുകളുടെയും ഡിസൈൻ, ഡ്യൂറബിലിറ്റി. റിഫ്രഷ്ഡ് ന്യൂ ഐഡന്റിറ്റി എന്നാണ് അവർ ഇതിനെക്കുറിച്ച് മൊത്തത്തിൽ പറഞ്ഞു വെക്കുന്നത്. സോ കാണാൻ നൈസ് ആണ്. ഇനി സാംസങ്ങിന്റെ ഫോൺ എന്ന് പറയുമ്പോൾ തന്നെ അത്യാവശ്യം നല്ലൊരു ക്യാമറ ഉണ്ടാവുന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ചെക്ക് ചെയ്ത് നോക്കാം. 50 മെഗാപിക്സലിന്റെയാണ് മെയിൻ ക്യാമറ വരുന്നത്. അതിന്റെ സാമ്പിളുകളാണ് ഈ കാണുന്നത്. അത്യാവശ്യം നല്ല ഫോട്ടോസ് ആണ് കിട്ടുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അത് പൊതുവെ കിട്ടാറുണ്ട്. അതുകൊണ്ട് പ്രത്യേകിച്ച് അങ്ങനെ എടുത്തു പറയേണ്ട ആവശ്യമൊന്നും ഇവരുടെ കാര്യത്തിൽ. വൈഡ് ആംഗിൾ ക്യാമറ ഇമേജുകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. അത്യാവശ്യം നല്ല വൈഡ് ആംഗിൾ ഇമേജുകളും കിട്ടുന്നുണ്ട്. ഇംപ്രൂവ്ഡ് ആയ ഒരു സെൽഫി ക്യാമറയാണെന്നാണ് പറയുന്നത്. അതിന്റെ സാമ്പിൾ ഇവിടെ കാണാം. എങ്ങനെയുണ്ട് ഫോട്ടോസ്? എനിക്ക് പൊതുവെ സാംസങ്ങിന്റെ ഫോണിലെ സെൽഫി ഫോട്ടോസ് ഇഷ്ടമാണ്. സോ എനിക്ക് ഓക്കെ. നിങ്ങൾക്ക് എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ പറയാം. ഇനി ഇതിന്റെ വീഡിയോ ക്വാളിറ്റി 4K വീഡിയോസ് നമുക്ക് എല്ലാത്തിലും ഷൂട്ട് ചെയ്യാൻ പറ്റും. സാമ്പിൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. മെയിൻ ക്യാമറ വീഡിയോ 4K വീഡിയോ ആണ്. എങ്ങനെയുണ്ട് ക്വാളിറ്റി? നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് നോക്കുക. സെൽഫി ക്യാമറ വീഡിയോസ് അതും ഞാൻ ഇവിടെ ഷെയർ ചെയ്യാം. കണ്ടു നോക്കിക്കോളൂ എങ്ങനെയുണ്ട് സെൽഫി ക്യാമറ വീഡിയോസ്. ഡേ ലൈറ്റിലും ആർട്ടിഫിഷ്യൽ ലൈറ്റും ഉള്ള വീഡിയോസ് ഒക്കെ ഞാൻ ഇവിടെ കാണിക്കുന്നുണ്ട്. പിന്നെ നൈറ്റ് ഫോട്ടോഗ്രാഫി ആണ് ഇവരുടെ മെയിൻ സംഭവം. നൈറ്റിൽ നമ്മളിപ്പോൾ ഒരു നിയോൺ ലൈറ്റ് കത്തി നിൽക്കുന്ന തരത്തിലുള്ള ലൈറ്റിംഗ് സിറ്റുവേഷനൊക്കെ ഉള്ള സ്ഥലത്ത് ഫോട്ടോ എടുക്കുമ്പോൾ പലപ്പോഴും ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ ഫോണുകൾ അത് ഭംഗിയായിട്ട് മാനേജ് ചെയ്യുമെന്നാണ് പറയുന്നത്. സാമ്പിൾ കണ്ടു നോക്കിയോളൂ. നൈറ്റിൽ ഞാൻ ചില ബിൽഡിങ്ങുകൾ എടുത്തിട്ടുള്ളത്, ചില സൈൻ ബോർഡുകളൊക്കെ ഞാൻ ഫോട്ടോ എടുത്ത് കാണിക്കുന്നുണ്ട്. നന്നായിട്ട് തന്നെ ആ ബോർഡ് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതൊക്കെ നന്നായിട്ട് തന്നെ വന്നിട്ടുണ്ട്. സോ ഒരു ഡീസന്റ് ക്യാമറ സെറ്റപ്പ് മൊത്തത്തിൽ ഈ ഒരു ഫോണിൽ കൊടുത്തിട്ടുണ്ട് എന്ന് കരുതാം എന്നല്ല, ഉണ്ട്. അത് എനിക്ക് അങ്ങനെ തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യാം. ഇനി ഇതിന്റെ പെർഫോമൻസ് നോക്കിയാൽ Exynos 1580 എന്ന ഏറ്റവും പുതിയ പ്രോസസ്സറാണ്. 4nm പ്രോസസ്സറാണ്. പക്ഷേ Exynos എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു ചെറിയ ഇഷ്ടക്കേട് വരാൻ സാധ്യത ഉണ്ടെന്ന് എനിക്കറിയാം. പക്ഷേ ഇത് നൈസായിട്ട് പെർഫോം ചെയ്യണം. നിങ്ങൾക്ക് ഇവിടെ കാണാം. സ്മൂത്ത് ആയ പെർഫോമൻസ് ആണ്. യാതൊരു വിഷയവുമില്ല. മുകളിൽ നിന്നൊക്കെ ഞാൻ എടുക്കുമ്പോഴും കണ്ടോ, വളരെ സോഫ്റ്റ് ആയിട്ടുള്ള പെർഫോമൻസ്. അത് പ്രോസസ്സറിന്റെ മാത്രം പവർ അല്ല, One UI 7 Android 15 ബേസ്ഡ് ഒരുപാട് അപ്രീസിയേഷൻ കിട്ടിയിട്ടുള്ള ഒരു UI ആണ് One UI 7. വൺ ഓഫ് ദി ബെസ്റ്റ് ആണ്. അതുകൊണ്ട് തന്നെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള യൂസർ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഈ ഒരു ഫോണിൽ കിട്ടും. ഗെയിം BGMI ഒക്കെ നോക്കിയാൽ നമുക്ക് സ്മൂത്ത് ഹൈയിൽ അതായത് കാണുന്ന പോലെ കളിക്കാം. ഗെയിമിങ്ങിനൊന്നും ഞാൻ ഈ ഒരു ഫോൺ പറയില്ല. പകരം സാധാരണ യൂസിനാണെങ്കിൽ ഈ പറയുന്ന പോലെ നൈസ് ആയിട്ടുള്ള പെർഫോമൻസ് തീർച്ചയായിട്ടും കിട്ടുന്നുണ്ട്. ഒപ്പം ഇതിൽ UFS 3.1 സ്റ്റോറേജ് ആണ് വരുന്നത്. LPDDR5X RAM ആണ്. Android 15 വരുന്ന ഫോണാണ് ഇത്. 6th ജനറേഷൻ ആൻഡ്രോയിഡ് അപ്ഡേറ്റ് കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. 6 ഇയറിന്റെ സെക്യൂരിറ്റി അപ്ഡേറ്റിംഗ് കമ്പനി ഓഫർ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ സാംസങ്ങിൻ്റെതായ സാംസങ് വാലറ്റ്, നോക്സ് വാൾട്ട് സംവിധാനങ്ങൾ, സെക്യൂർ ഫോൾഡർ, ഓട്ടോ ബ്ലോക്കർ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും ഇതിനകത്തുണ്ട്. സോ സാംസങ് ഫോണിൻ്റെതായ ഫുൾ പവറിൽ ഉപയോഗിക്കാം. സോ അങ്ങനെയാണ് ഇതിന്റെ പെർഫോമൻസിനെ കുറിച്ച്. A36ലേക്ക് വരുമ്പോൾ പ്രോസസറിൽ വ്യത്യാസമുണ്ട്. 6 Gen 3 എന്ന് പറയുന്ന പ്രോസറാണ് ഇതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്നത്. ഇതിലും പെർഫോമൻസിന് യാതൊരു വിഷയങ്ങളും ഇല്ല, നൈസാണ്. പക്ഷേ റാമിലും സ്റ്റോറേജിലും വ്യത്യാസമുണ്ട്. UFS 2.2 സ്റ്റോറേജ് ആണ് വരുന്നത്. LPDDR4X RAM ആണ് വരുന്നത്. പ്രൈസ് കുറവുണ്ട്, 10 രൂപയോളം വ്യത്യാസമുണ്ട്. അപ്പോൾ ചെറുതായിട്ട് ഒരു കുറച്ചിട്ടുണ്ട് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. സംഭവം പെർഫോമൻസിൽ യാതൊരു ഇഷ്യൂസും ഇല്ല. പിന്നെ നമ്മൾ പറഞ്ഞ ഒരു കാര്യം, നമ്മൾ എസ് സീരീസിലൊക്കെയുള്ള ഒരു 70% ഫീച്ചറുകൾ ഇതിലേക്ക് വരും എന്ന് പറയുമ്പോൾ ഓസം ഇന്റലിജൻസ് എന്ന രീതിയിൽ അവർ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരുന്ന കാര്യങ്ങൾ ചെറുതായിട്ടൊന്ന് മെൻഷൻ ചെയ്യാൻ വല്ലാണ്ട് പറയുന്നില്ല. കാരണം ഒരുപാട് വീഡിയോകൾ പറഞ്ഞിട്ടുള്ളതാണ്. അതായത് സർക്കിൾ ടു സെർച്ച് പോലുള്ള കാര്യങ്ങൾ. അതായത് ജസ്റ്റ് ഇവിടെ ഒന്ന് ടച്ച് ചെയ്ത് പിടിച്ചാൽ നമ്മുടെ സർക്കിൾ ടു സെർച്ച് വൃത്തിയായിട്ട് വർക്ക് ചെയ്യും. സർക്കിൾ ചെയ്തുകൊണ്ട് എന്ത് വേണമെങ്കിലും സെർച്ച് ചെയ്യാം. രണ്ട് ബെസ്റ്റ് ഫേസ്, നമ്മളൊരു ഫോട്ടോ എടുക്കുമ്പോൾ നമ്മൾ കണ്ണടഞ്ഞു പോയിട്ടൊക്കെ ഉണ്ടെങ്കിൽ ആ ഫോട്ടോയിൽ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി കറക്റ്റ് ചെയ്യുന്ന ബെസ്റ്റ് ഫേസ് ഫീച്ചർ വരുന്നുണ്ട്. പിന്നെ ഇൻസ്റ്റാന്റ് സ്ലോമോ, അതായത് ഒരു വീഡിയോ നമ്മൾ എടുത്തു, ഗാലറിയിൽ വന്ന്
വന്നു കഴിഞ്ഞാൽ ആ വീഡിയോയുടെ ഏതെങ്കിലും ഒരു ഭാഗം സ്ലോ ആക്കണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്ത് പിടിച്ചാൽ ആ ഭാഗം സ്ലോ ആവും. അത് പിന്നെ നമുക്ക് സേവ് ചെയ്ത് വെക്കുകയും ചെയ്യാം. അപ്പോൾ ആ ഒരു സ്ലോ മോഷനൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. പിന്നെ ഒബ്ജക്റ്റ് ഇറേസർ, നമ്മൾ എടുത്ത ഫോട്ടോയിൽ ഏതെങ്കിലും അൺവാണ്ടഡ് ഒബ്ജക്റ്റ് ഉണ്ടെങ്കിൽ ഈസി ആയിട്ട് ഇതുപോലെ ടാപ്പ് ചെയ്തുകൊണ്ട് ഒബ്ജക്റ്റ് ഇറേസ് ചെയ്ത് ക്ലിയർ ആക്കി എടുക്കാവുന്നതാണ്. പിന്നെ ഓട്ടോ ട്രിം അടിപൊളി ഫീച്ചറാണ്. അതായത് നമ്മൾ ഇപ്പോൾ എവിടെയെങ്കിലും ഒരു ട്രിപ്പ് പോയി കുറച്ച് ക്ലിപ്പുകൾ നമ്മൾ വീഡിയോ ക്ലിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ ജസ്റ്റ് ഇങ്ങനെ ഗാലറി ഓപ്പൺ ചെയ്ത് അതിൽ 3 ലൈൻ മെനുവിൽ ക്ലിക്ക് ചെയ്തിട്ട് ഗോ ടു സ്റ്റുഡിയോ കൊടുക്കുക, ന്യൂ പ്രൊജക്റ്റ് കൊടുക്കുക. നമ്മൾ പോയപ്പോൾ എടുത്ത ക്ലിപ്പുകളൊക്കെ ഒന്നിങ്ങനെ ടക്ക് 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 ഒന്ന് സെലക്ട് ചെയ്തിട്ട് ജസ്റ്റ് ഡൺ കൊടുത്തു കഴിഞ്ഞാൽ താഴെ ഈ ഐക്കണിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഈസി ആയിട്ട് അത് ഒരു വീഡിയോ ക്ലിപ്പ് പോലെ നമ്മളെടുത്ത ക്ലിപ്പുകളൊക്കെ ഒന്ന് ട്രിം ചെയ്ത് ഒരു ചെറിയ ഒരു റീൽ പോലെയോ അല്ലെങ്കിൽ ഒരു ചെറിയ ഒരു ഹൈലൈറ്റുകൾ എന്ന രീതിയിലേക്ക് ക്രിയേറ്റ് ചെയ്ത് കയ്യിലോട്ട് തരും. സോ അതൊരു നൈസ് പരിപാടിയാണ് ഓട്ടോ ട്രിം. സോ അപ്പോൾ ഇങ്ങനെയുള്ള കുറേ AI ഫീച്ചറുകളാണ് ഇതിൽ വരുന്നത്. നമ്മുടെ സാംസങ്ങിൻ്റെ ഗാലക്സി AI ഫീച്ചേഴ്സ് ഇതിൽ വരുന്നില്ല കേട്ടോ. പക്ഷേ ബാക്കിയുള്ള ഈ സംഭവങ്ങളെല്ലാം തീർച്ചയായിട്ടും യൂസ്ഫുൾ ആണ്. സോ ഒരു കംപ്ലീറ്റ് സാംസങ് ഫോൺ എന്ന രീതിയിൽ നിങ്ങൾക്ക് ഇതിൽ എല്ലാതരം ഫീച്ചേഴ്സും അവൈലബിൾ ആണ്. One UI 7-ൻ്റെതായ സകല സംവിധാനങ്ങളും ഉണ്ട്. സോ അപ്പോൾ അങ്ങനെയാണ് ഈ ഫോണിൻ്റെ പെർഫോമൻസും AI ഫീച്ചേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നത്. സോ എന്താണ് നിങ്ങളുടെ കാഴ്ചപ്പാടെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാം. ഇനി ഡിസ്പ്ലേയിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് ഫോണിലും നല്ല അടിപൊളി ഡിസ്പ്ലേ ആണ് കൊടുത്തിരിക്കുന്നത്. സാംസങ്ങിൻ്റെ സൂപ്പർ AMOLED ഡിസ്പ്ലേ ആണ്. സോ പ്രത്യേകിച്ച് ഒരു കംപ്ലൈൻറ്റും പറയാനില്ല. സെറ്റ് ഡിസ്പ്ലേ ക്വാളിറ്റി 6.7 ഇഞ്ച് വരുന്ന ഡിസ്പ്ലേ ആണ്. ഒരു വിഷയമില്ലാത്ത നൈസ് ക്വാളിറ്റിയാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാം വിഷ്വൽ ക്വാളിറ്റിയൊക്കെ അടിപൊളിയാണ്. ഒപ്പം തന്നെ ഡോൾബി അറ്റ്മോസ് സപ്പോർട്ടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഡുവൽ സ്റ്റീരിയോ സ്പീക്കർ ഉണ്ട്. സോ സൗണ്ടും കാര്യങ്ങളും സെറ്റാണ്. വേറെ വിഷയങ്ങളൊന്നും ഈ രണ്ട് ഫോണിലും ഈ കാര്യങ്ങളിലൊന്നും വരുന്നില്ല. ഇനി ഡോൾബി അറ്റ്മോസ് എന്ന് പറയുമ്പോൾ സൗണ്ട് ക്വാളിറ്റി എങ്ങനെയാണെന്ന് അറിയണമെങ്കിൽ സാമ്പിൾ കേട്ടോളൂ. അപ്പോൾ സൗണ്ട് ക്വാളിറ്റിയെ കുറിച്ച് ഒരു ഐഡിയ കിട്ടിയല്ലോ. 1200 നിറ്റ്സിന്റെ ഹൈ ബ്രൈറ്റ്നസ് മോഡ് ഉണ്ട്. സോ സൺലൈറ്റ് വിസിബിലിറ്റിക്ക് ഒന്നും ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് ഔട്ട്ഡോർ ഡയറക്റ്റ് സൺലൈറ്റിലൊക്കെ പോയിട്ട് നൈസായിട്ട് ഉപയോഗിക്കാം ഈ രണ്ട് ഫോണും. യാതൊരു വിഷയമില്ല. സോ മൊത്തത്തിൽ ഡിസ്പ്ലേ കൺസംഷൻ, മീഡിയ കൺസംഷൻ എക്സ്പീരിയൻസ് മൊത്തത്തിൽ സൗണ്ടും ഡിസ്പ്ലേയും ഒക്കെ ആയിട്ട് സെറ്റാണ്. വിഷയമൊന്നുമില്ല. ഇനി ഇതിന്റെ ബാറ്ററി അതിന്റെ ചാർജ് നോക്കിയാൽ 5000 mAh ബാറ്ററിയാണ്. 45 വാട്ടിന്റെ തന്നെ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് കൊടുത്തിട്ടുണ്ട്. സോ 45 വാട്ടിന്റെ ചാർജ് വാങ്ങിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ ചാർജ് ചെയ്യാം. ചാർജർ തരുന്നില്ല, ബട്ട് നല്ല ബാറ്ററി ലൈഫും നല്ല ചാർജിങ് സെറ്റപ്പുമാണ്. ഇനി ഫോണുകളുടെ പ്രൈസ് നോക്കിയാൽ സാംസങ് ഗാലക്സി A56-ന് 8GB 256GB പ്രൈസ് വരുന്നത് 41,999 ആണ്. അതേപോലെ തന്നെ 36 ആണെങ്കിൽ 32,999 ആണ്. ഒരു 9,000 രൂപയുടെ അടുത്ത് വ്യത്യാസമുണ്ട് ഈ രണ്ട് ഫോണുകൾ. അങ്ങനെ വ്യത്യാസം ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ ഈ ഫോണിലുള്ള ഒരുവിധം എല്ലാ കാര്യങ്ങളും ഈ ഫോണിലുണ്ട്. അതായത് വലിയ മാറ്റമില്ല. പെർഫോമൻസിൽ മാത്രമാണ് നമ്മൾ ഈ മാറ്റം പറഞ്ഞത്. ബാക്കി എല്ലാം സെയിം ഒരുവിധം. അതായത് Gorilla Glass Victus Plus, IP67 വാട്ടർ റേറ്റിംഗ്, ഡുവൽ സ്പീക്കർ, ഡോൾബി അറ്റ്മോസ്, 7.40 mm തിക്നെസ് വരുന്ന അത്രയും സ്ലിം ആയ ഡിസൈൻ, പിന്നെ ഈ പറഞ്ഞ യൂണിക്കായ ആ ഒരു പുതിയ ഫ്രഷിംഗ് ആയ ഒരു ക്യാമറ ഐലൻഡ് സെറ്റപ്പ്, 45 വാട്ട് ചാർജിങ്, 5000 mAh ബാറ്ററി, 6 ജനറേഷൻ ആൻഡ്രോയിഡ് അപ്ഡേറ്റ്. ആകെ ആ പെർഫോമൻസിൽ മാത്രമേ മാറ്റം വരുത്തിയുള്ളൂ. സോ ഈ ഫോണുകൾ രണ്ടും അത്യാവശ്യം നല്ലതാണെന്ന് വേണമെങ്കിൽ പറയാം. നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും നിങ്ങൾക്ക് അടുത്തുള്ള കടയിലൊക്കെ പോയിട്ട് എടുക്കാൻ പറ്റുന്ന, ഷോപ്പുകളിൽ നിന്ന് എടുക്കാൻ പറ്റുന്ന നല്ല നമ്മൾ പതിവായിട്ട് കണ്ടുവരുന്ന A സീരീസിലെ ഒരു പുതിയ അപ്ഡേറ്റഡ് വെർഷൻ എന്ന് പറയുമ്പോൾ ഒട്ടും മോശമല്ല. ആ ഫോണുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണ്, ആ സീരീസിലെ ഫോണുകൾ ഉപയോഗിക്കുന്ന ആൾക്കാരാണെങ്കിൽ പുതിയ ഐറ്റം വന്നിട്ടുണ്ട്. എല്ലാം പതിവ് തന്നെ നന്നാക്കി കൊടുത്തിട്ടുണ്ട് സാംസങ് എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റായിട്ട് ഷെയർ ചെയ്യാം. പിന്നെ ഒരു ചെറിയ ഓഫറിൻ്റെ കാര്യം ഒന്ന് പറയാം. ഓഫറൊക്കെ വേറെ എന്തെങ്കിലും ബാങ്ക് ഓഫറൊക്കെ ഉണ്ടോ നിങ്ങൾ നോക്കണം കേട്ടോ. അത് കൂടാണ്ട് 1 ഇയറിൻ്റെ സ്ക്രീൻ പ്രൊട്ടക്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ 990 രൂപയ്ക്ക് കിട്ടും. 2990 രൂപയാണ് ശരിക്കും അവർ ഇത് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ ഫോൺ വാങ്ങിക്കുമ്പോൾ നിങ്ങൾക്ക് അത് 990 രൂപയ്ക്ക് വാങ്ങിക്കാൻ സാധിക്കും. സോ പറ്റുമെങ്കിൽ അതൊക്കെ വാങ്ങിച്ച് വെച്ചോളൂ. എങ്ങനെ താഴെ വീണ് പൊട്ടുകയാണെങ്കിൽ തന്നെ ഡിസ്പ്ലേ നമുക്ക് ഈസി ആയിട്ട് മാറ്റിയിടാമല്ലോ. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ അപ്ഗ്രേഡ് ഓഫർ എന്ന് പറയുന്ന ഒരു ഓഫർ കൂടിയുണ്ട്. അതായത് നിങ്ങൾ 128GB ഫോണാണ് ഓർഡർ ചെയ്യുന്നതെങ്കിൽ 256GB കിട്ടുന്ന ഒരു അവസ്ഥ. അതായത് 256GB ഫോണാണ് ഓർഡർ ചെയ്യുമെങ്കിൽ 512GB ഫോൺ കിട്ടുന്ന ഒരു അവസ്ഥ. സോ ആ ഒരു ഓഫർ കൂടിയുണ്ട്. അതുകൂടി ഉപയോഗിച്ചോളൂ. സോ അപ്പോൾ അങ്ങനെയാണ് ഗാലക്സി A56, 36 ഫോണുകളുടെ എൻ്റെ ഒരു അഭിപ്രായം. പർച്ചേസ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. താല്പര്യമുള്ളവർ വാങ്ങിക്കുക. ഇനി കടകളിലൊക്കെ ഈ ഫോണുകൾ അവൈലബിൾ ആണ്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ചെക്ക് ചെയ്തൊക്കെ നോക്കിയിട്ട് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ട് തന്നെ എടുക്കാൻ പറ്റും. കാരണം എല്ലാ കടയിലും കിട്ടുന്ന ഒരു ഐറ്റമാണ്. ചെക്ക് ചെയ്തിട്ടൊക്കെ അടയ്ക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. വീണ്ടും ഒരു വീഡിയോയിൽ കാണാം. ബൈ.